ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. ഈസ് ബി യോർ നാഫി. നമ്മുടെ +1 ഹിസ്റ്ററിയിൽ 100% ഉറപ്പാണ്, ഞാൻ വെറുതെ പറയില്ല, 100% ഉറപ്പാണ് എന്ത് ചോദിക്കുന്നത്, മാപ്പ് ചോദിക്കുന്നത്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് 100% ഉറപ്പാണ് മാപ്പ് ചോദിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ +1 ക്രിസ്മസ് എക്സാം ഹിസ്റ്ററിയിൽ മാപ്പ് ഏതൊക്കെ പോർഷൻസ് എന്നാണ് ചോദിക്കുക, അതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് ഞാൻ നിങ്ങൾ 2-3 ക്വസ്റ്റ്യൻ വൺ വേർഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ജസ്റ്റ് എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നാം ദിവസം പിടിച്ചോ, വാട്ട് ഈസ് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ? മെസപ്പൊട്ടോമിയയുടെ എഴുത്തുവിദ്യ വിളിക്കുന്ന പേരെന്താ? ഒന്ന് എന്ത് ചെയ്യുക, ആൻസർ കമൻറ്റ് കേട്ടോ. ആൻഡ് അടുത്തത്, വിച്ച് ഇസ് ദ ക്യാപിറ്റൽ ഓഫ്, വേണ്ട അത് നിങ്ങൾക്ക് സിമ്പിൾ വേണ്ട, വിച്ച് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് അബ്ബാസിഡ്സ്? അബ്ബാസിഡുകളുടെ തലസ്ഥാനം ഏത്? ഒന്ന് കമൻറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്യട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അതാവുക ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഏതാടാ? വാട്ട് ഈസ് നോൺ ആസ് ദ ഹാർട്ട് ഓഫ് ദി റോമൻ എംപയർ? റോമൻ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്ന് വിളിക്കുന്നത് ആരെയാണ്? അതും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. എന്നാൽ പിടിച്ചോ, ഒന്നാമത്തെ ചാപ്റ്റർ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ ചോദിക്കുക. ഒന്ന് ഇറാഖ്, ശ്രദ്ധിക്കണേ, ഇറാഖിൻ്റെ പൊസിഷൻ എവിടെ വരുന്നത്? ഇവിടെയാട്ടോ, ശ്രദ്ധിക്കണേ, ഇവിടെയാണ് എന്തിൻ്റെ പൊസിഷൻ വരുന്നത്? ഇറാഖിൻ്റെ പൊസിഷൻ. അത് എ. ബി എന്താണ്? മെഡിറ്ററേനിയൻ സീ. ഈ മെഡിറ്ററേനിയൻ സീ നിങ്ങൾ റോമൻ എംപയർ, അതായത് അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള റോമൻ സാമ്രാജ്യത്തിൽ നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം? മെഡിറ്ററേനിയൻ എംപയർ പഠിച്ചിരിക്കണം. മെഡിറ്ററേനിയൻ സീ, സോറി മെഡിറ്ററേനിയൻ എംപയർ അല്ല, മെഡിറ്ററേനിയൻ സീ അഥവാ മെഡിറ്ററേനിയൻ കടൽ. ആ മെഡിറ്ററേനിയൻ കടൽ ഏകദേശം ഈ ഒരു ഭാഗത്താണ്. അതിവിടെ എന്ത് ചെയ്യാം, മാർക്ക് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഒരു ഭാഗത്ത് ചോദിക്കുക. പിന്നെ കഴിഞ്ഞ തവണ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത് ഇവിടെ നിന്നാട്ടോ, റോമൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ കാണുന്ന റിവറാണ് ഏത്? ഈ ഏത് മാർക്ക് ചെയ്താണ് ഏത്? റൈൻ റിവർ. ഇതാണ് എന്ത് റിവർ? റൈൻ റിവർ. ഇതാണ് എന്ത് റിവർ? ഡാന്യൂബ് റിവർ. അപ്പോൾ റൈനും ഡാന്യൂബ് എന്താ? ബി ഷേപ്പിലാണ്. ഇത് റൈനാണ്, ഇത് എന്താണ്? ഡാന്യൂബാണ്. ഇനി റോമൻ എംപയറുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള റോം എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് എന്ത് വരുന്നത്? റോം വരുന്നത്. അപ്പോൾ റോമിൻ്റെ സ്ഥാനം അവിടെ മാർക്ക് ചെയ്യുക. ഇനി റോമൻ എംപയറിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഇത് ഡി എന്ന് പറഞ്ഞാൽ ഏതാണ്? അലക്സാൻഡ്രിയ. ആ അലക്സാണ്ടർ പൊസിഷനാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇനി റോമൻ എംപയറിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സിറ്റിയാണ് ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇവിടെയാണ് എന്ത് വരുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ വരുന്നത്. ഇനി റോമൻ എംപയറിൻ്റെ ഈസ്റ്റ് സൈഡിലുള്ള മറ്റൊരു സിറ്റിയാണ് ഇത് ആൻറ്റിയോക്ക്. ഇവിടെയാണ് എഫ് ആണ് എന്ത്? ആൻറ്റിയോക്കിൻ്റെ പൊസിഷൻ. പിന്നെ കഴിഞ്ഞ തവണ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചതാണെന്ത്? സഹാറ ഡെസേർട്ട്. ഇവിടെയാണ് എന്ത്? സഹാറ ഡെസേർട്ട്. നിങ്ങൾ സഹാറ ഡെസേർട്ട് ചോദിച്ചാൽ എന്ത് ചെയ്യുക? ആഫ്രിക്കയുടെ ഈ ഒരു മോൾ ഭാഗം കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് എന്ത്? സഹാറ ഡെസേർട്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചാൽ കാസ്പിയൻ സി. ഈ കാസ്പിയൻ സി ഏതാ? ഇവിടെ ഇങ്ങനെ ഒരു ഇത് കാണാം, മാപ്പിൽ ഇങ്ങനെ ഒരു കഷ്ണം കാണാം. ഇതാണ് എന്ത് വരുന്നത്? കാസ്പിയൻ സി. എന്താണ് വരിക? കാസ്പിയൻ സി അഥവാ കാസ്പിയൻ കടൽ. അപ്പോൾ സഹാറ മരുഭൂമി ഇവിടെയാണ്, കാസ്പിയൻ സി അഥവാ കാസ്പിയൻ കടൽ അവിടെയാണ്. ഇനി അടുത്ത ഈ ചാപ്റ്റർ 3 ഇവിടുന്ന് ചില രാജ്യങ്ങളുടെ സ്ഥാനം കണ്ടെത്താൻ ചോദിക്കും. അപ്പം ഇവിടെ ഏതാണ്? ജർമ്മനി ആട്ടെ. ഇവിടെയാണ് ഏത് രാജ്യത്തിൻ്റെ സ്ഥാനം? ജർമ്മനി. നമ്മുടെ ഹോമോ നിയാൻഡർതാലൻസും ഹോമോ ഹൈഡൽബർഗിയൻസും അല്ലേ, അവരുടെ ഫോഴ്സിൽ കിട്ടിയത് ജർമ്മനി എന്നാണ്. ഇവിടെയാണ് ആരുടെ പൊസിഷൻ? സ്പെയിനിൻ്റെ പൊസിഷൻ അല്ലേ. ഈ സ്പെയിൻ എന്നാണ് നമുക്ക് എന്തുള്ളത്? അൽത്താമിറ കേവ് ഉള്ളത് കേട്ടോ, അൽത്താമിറ ഗുഹകളുള്ളത്. ഇനി ഈ സി ആണ് ആരുടെ പൊസിഷൻ? ഫ്രാൻസിൻ്റെ പൊസിഷൻ. ഫ്രാൻസിലാണ് എന്തുള്ളത്? ലാസ്കസ് ഗുഹ അല്ലെങ്കിൽ ലാസ്റേറ്റ് കേവ് അല്ലേ, രണ്ടും ഉള്ളത് എവിടെയാണ്? ഫ്രാൻസിലാണ്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഡി, കെനിയ. ഓമോ എന്ന് പറയുന്ന ഗുഹയുള്ളത് എവിടെയാടാ? കെനിയയിലാട്ടെ. ഈ കെനിയയുടെ പൊസിഷനാണ് ഇവിടെ. ഇനി എത്യോപ്യ ഉണ്ട് അല്ലേ, അതായത് എത്യോപ്യയുടെ പൊസിഷനാണ് ഇവിടെ. അടുത്ത ടാൻസാനിയ ആണല്ലേ, ടാൻസാനിയ. ശ്രദ്ധിക്കണം, ഏതാ? ടാൻസാനിയയുടെ പൊസിഷനായിട്ട് ഇവിടെ. ഒൽദുവായ് ഗോജ് എന്ന് പറയുന്ന ഗുഹയുള്ളത് എവിടെയാടാ? ടാൻസാനിയയിലാട്ടോ. അപ്പോൾ ഈ ഒരു രാജ്യങ്ങളുടെ സ്ഥാനവും നിങ്ങൾ ഓർത്ത് വെക്കാം. അടുത്തത് നമ്മുടെ ഇസ്ലാമിക് എംപയർ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കൾച്ചറൽ ഫോർമേഷൻ മിഡിൽ ഈസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ദമസ്കസ് ആരുടെ ക്യാപിറ്റൽ ആയിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ദമസ്കസിൻ്റെ പൊസിഷൻ ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് ആര് വരുന്നത്? ബാഗ്ദാദ് ആരുടെ ക്യാപിറ്റൽ ആയിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെയാണ് എന്ത്? ബാഗ്ദാദിൻ്റെ പൊസിഷൻ. പിന്നെ മക്കയും അതിനെ അടുത്തടുത്ത ഇവിടെയാണ് ആര് വരുന്നത്? മദീന വരുന്നത്. ഇവിടെയാണ് ആര് വരുന്നത്? മക്ക വരുന്നത്. ഇവിടെയാണ് ആര് വരുന്നത്? ഖുറാസാൻ. നമ്മുടെ അബ്ബാസി വിപ്ലവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഖുറാസാൻ വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് 4ാമത്തെ ചാപ്റ്റർ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പഠിക്കുന്നതാണ് അമേരിക്കൻ സിവിലൈസേഷനെ കുറിച്ചിട്ടില്ലേ. അതിൽ ആസ്ടെക്. ഇവിടെയാണ് ഏത് സിവിലൈസേഷൻ? ആസ്ടെക് സിവിലൈസേഷൻ. ഇവിടെയാണ് ഏത് സിവിലൈസേഷൻ? മായൻ സിവിലൈസേഷൻ. ഇവിടെയാണ് ഏത് സിവിലൈസേഷൻ? ഇൻകകൾ ഏത് രാജ്യക്കാരാ? പെറുക്കാരാട്ടോ. ഇൻക സിവിലൈസേഷൻ ഓഫ് പെറു. അടുത്തത് 5ാമത്തെ ചാപ്റ്റർ അങ്ങനെ അങ്ങോട്ട് മാപ്പിൽ ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കുക. ഇവിടെ എന്തുണ്ട്? മംഗോളിയ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ചൈനയുണ്ട്. ഇവിടെ എന്തുണ്ട്? റഷ്യ ഉണ്ട് കേട്ടോ. അപ്പോൾ സീന്ന് മാർക്ക് ചെയ്തത് റഷ്യയാണ്, ഏന്ന് മാർക്ക് ചെയ്തത് മംഗോളിയാണ്, ബീന്ന് മാർക്ക് ചെയ്തത് എന്താണ്? ചൈനയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെയും അങ്ങനെ ക്രിസ്മസ് എക്സാമിന് മാപ്പ് ചോദിക്കാറുണ്ട്, എന്നാലും മനസ്സിലാക്കി വെക്കുക. ഈ ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സ്ഥാനം അറിയാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ
6th ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രാൻസിനെ കുറിച്ചാണ് പഠിക്കുന്നില്ല, ഫ്രാൻസിലെ 3 ഓർഡേഴ്സ്. അപ്പോൾ ഫ്രാൻസിൻ്റെ പൊസിഷൻ വരുന്നത് എവിടെയാണ്, ഇവിടെയാണ്. പിന്നെ നമുക്കറിയാം 7th ചാപ്റ്റർ 6 and 7 കൂടി ഇതാണ് ചോദിക്കുക. 7th ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റലിയെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ, ഇറ്റലിയിലുള്ള റിനൈസൻസ് നവോത്ഥാനത്തെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഇറ്റലിയുടെ പൊസിഷൻ വരുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് ആരുടെ പൊസിഷൻ വരുന്നത്, ഇതാണ് ഏത്, ഇംഗ്ലണ്ട് വരുന്നത്. അപ്പം ഈ ഒരു മെയ് 6 and 7 ഒന്നും അങ്ങനെ മാപ്പ് ക്രിസ്മസ് എക്സാമിന് കൂടുതലായിട്ട് കാണാറില്ല, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കട്ടെ. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഈ സ്ഥലങ്ങളാണ്. റോമൻ എംപയർ, റോമൻ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എക്സാമിന് മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്, ആദ്യകാല മനുഷ്യരുടെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എക്സാമിന് ചോദിക്കും. ഇസ്ലാമിക് എംപയറിൽ, ഇസ്ലാമിക സാമ്രാജ്യങ്ങളിലെ സ്ഥലങ്ങളും മാപ്പിൽ കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്തെന്ന് ചോദിക്കുക, മാപ്പ് എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, സാർ മാപ്പിൻ്റെ വീഡിയോ എവിടെയെന്ന്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാപ്പിൻ്റെ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവരെനിക്ക് മെസ്സേജ് അയച്ചത് nafi.edupod എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എനിക്ക് nafi.edupod ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് +1 ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു സംശയം ഉണ്ടെങ്കിലും ഇതിലേക്കൊന്ന് മെസ്സേജ് അയക്കുക, സെറ്റാക്കുക കേട്ടോ. അപ്പം +1 ഹിസ്റ്ററിയിൽ മാപ്പ് മാർക്കിംഗ് ഷുവറാണ്. ക്രിസ്മസ് എക്സാമിന് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ കാര്യങ്ങളിൽ നിന്നേ നിങ്ങൾക്ക് മാപ്പ് ചോദിക്കുകയുള്ളൂ. നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക, റെഡിയാക്കുക, ഓക്കെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.